ഏതു വർഷമാണ് ഇന്ത്യയിലെ ആകെ ജനസംഖ്യ ഇന്നുള്ള 144 കോടിയുടെ പകുതി, അതായത് 72 കോടി ഉണ്ടായിരുന്നത്? 1982. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന അക്ഷരമറ്റം ക്വിസ് LP-UP 7ാമത് സബ് ജില്ലാ മോഡൽ ക്വിസ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഉണ്ണീസ് വിജയപാത ചാനൽ സബ് ജില്ല വിജയിക്കാൻ അക്ഷരമറ്റം ക്വിസിനും മറ്റ് GK ക്വിസുകൾക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും സ്വാഗതം. ജനപ്പെരുപ്പത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? അറിവില്ലായ്മയാണ് ജനപ്പെരുപ്പത്തിൻ്റെ പ്രധാന കാരണം. 10,000 വർഷം മുമ്പ് കരയിലെ ആകെ ജീവികളിൽ എത്ര ശതമാനമാണ് മനുഷ്യർ ഉണ്ടായിരുന്നത്? 1%. 99% മൃഗങ്ങളും. ഇന്ന് കരയിലെ ആകെ ജന്തുക്കളിൽ മനുഷ്യർ എത്ര ശതമാനമാണ് ഉള്ളത്? 32%. വന്യമൃഗങ്ങൾ 1%, വളർത്തുമൃഗങ്ങൾ 67%. ലോക ജനസംഖ്യ 100 കോടിയിൽ എത്തിയത് ഏതു വർഷം? 1800. ലോക ജനസംഖ്യ 500 കോടി തികച്ച ദിനമായ ജൂലൈ 11 നാം ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. ഏതു വർഷമാണ് 500 കോടി തികഞ്ഞത്? 1987. സൗരയൂഥത്തിന് പുറത്ത് ഇപ്പോൾ അകലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നാസയുടെ വോയേജർ 1, 2 പേടകങ്ങൾ വിക്ഷേപിച്ച വർഷം? 1977. സൗരയൂഥത്തിൻ്റെ ബാഹ്യ അതിർത്തിക്ക് പറയുന്ന പേര്? ഹീലിയോപോസ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് 4 ഗ്രഹങ്ങളാണ്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. 4 ഗ്രഹങ്ങൾ. ബാഹ്യഗ്രഹങ്ങളെ നിരീക്ഷിക്കാനായി നാസ വിക്ഷേപിച്ച പേടകങ്ങൾ ഏവ? വോയേജർ 1, വോയേജർ 2. വോയേജർ പേടകങ്ങൾ സൗരയൂഥത്തിലെ ബാഹ്യഗ്രഹങ്ങളുടെ എത്ര ചന്ദ്രന്മാരെ പറ്റി വിവരങ്ങൾ നൽകി? 48 ചന്ദ്രന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി. സൗരയൂഥത്തിന്റെ പുറത്തേക്ക് സഞ്ചരിച്ച ആദ്യ പേടകം ഏത്? വോയേജർ 1, 2012. വോയേജർ 2 സൗരയൂഥം വിട്ട് അന്തർതാരാപഥ മേഖലയിൽ കടന്നത് ഏതു വർഷം? 2018. വോയേജർ 1, 2 പേടകങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇന്ധനം ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? പ്ലൂട്ടോണിയത്തിൽ നിന്നാണ്. ഭൂമിയിൽ നിന്നും ഒരു പ്രകാശ ദിവസം അകലെയാണ് വോയേജർ 1 ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത് എത്ര കിലോമീറ്റർ ദൂരമാണ് ഉണ്ടാവുക? 2590 കോടി കിലോമീറ്റർ. സാങ്കേതിക വിദ്യാ ചരിത്രത്തിലെയും ബഹിരാകാശ ചരിത്രത്തിലെയും ഏറ്റവും ദൂരമേറിയ അറ്റകുറ്റപ്പണി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പ്രവൃത്തിയെയാണ്? വോയേജർ 1ന്റെ അറ്റകുറ്റപ്പണി. GI ടാഗ് പദവി ലഭിക്കുന്ന ആദ്യത്തെ വനോൽപ്പന്നം? നിലമ്പൂർ തേക്ക്. 2024 ജൂൺ 23 കോഴിക്കോടിനെ സാഹിത്യ നഗരം ആയതിൻ്റെ പ്രഖ്യാപനം നടത്തിയതാര്? മന്ത്രി MB രാജേഷാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ശങ്കർ ലാൽവാനി. മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിൽ നിന്ന്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് 2024 തെരഞ്ഞെടുക്കപ്പെട്ടതാര്? രവീന്ദ്ര ദത്താറാം വൈക്കർ. മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് വെറും 48 വോട്ടിനാണ് ജയിച്ചത്. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയായ പുസ്തകത്തോണി ആദ്യമായി നടപ്പാക്കിയത് എവിടെ? ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ, ആലപ്പുഴ ജില്ല. ഏതു നദിയുടെ പാരിസ്ഥിതിക മാറ്റങ്ങളെ നിരീക്ഷിക്കുന്നതിനാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഫ്ലോ എന്ന സംവിധാനം നടപ്പാക്കിയത്? ഗംഗാ നദി. ലോകാരോഗ്യ സംഘടനയുടെ WHO അനുമതിയായ ഡെങ്കി വൈറസിന് എതിരായ വാക്സിൻ ടാക് 003 നിർമ്മിച്ച ജപ്പാൻ കമ്പനി ടേക്കേഡ.
AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുത്ത ആദ്യത്തെ രാജ്യം ഇംഗ്ലണ്ട്. എൽനിനോ പ്രതിഭാസത്തിന് തുടർച്ചയായി രാജ്യത്തുണ്ടായ കടുത്ത വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? സിംബാബ്വെ. ആഫ്രിക്കൻ രാജ്യമായ സിംബാബ്വെ. 2024 പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്ത ഷോംപെൻ എന്ന ഗോത്രവർഗ വിഭാഗം എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ. കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യ നിവാരണത്തിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സദ്ഗമയ പദ്ധതി. ലോകത്ത് ആദ്യമായി അപസ്മാര രോഗം നിയന്ത്രിക്കാനായി മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിച്ച വ്യക്തി ഓറൻ നോൾസൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? CSIR ന്യൂഡൽഹിയിൽ. നിയമസഭയിലെ ചട്ടങ്ങളിൽ നിന്നും സത്യപ്രതിജ്ഞ എന്ന പദത്തിനു പകരം ഉപയോഗിക്കാൻ കേരളം തീരുമാനിച്ച പദം ഏത്? ശപഥം. ഏതു മലയാള സാഹിത്യകാരിയുടെ അവസാന നോവലാണ് ചിത്രലേഖ? പി വത്സലയുടെ അവസാന നോവലാണ് ചിത്രലേഖ. അറിവിൽ തിളങ്ങാൻ അക്ഷരമറ്റം ക്വിസ് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. അക്ഷരമറ്റം 2024 ജൂലൈ 18 നോക്കാം. മിന്നാമിനുങ്ങുകളുടെ ഇഷ്ടഭക്ഷണം. പൂന്തേനാണ് മിന്നാമിനുങ്ങുകളുടെ ഇഷ്ടഭക്ഷണം. മിന്നാമിനുങ്ങുകളിൽ പറക്കാൻ കഴിയുന്ന വിഭാഗം. ആണിന് മാത്രമാണ് പറക്കാൻ കഴിയുന്നത്. മിന്നാമിനുങ്ങുകളിലെ പെൺവിഭാഗം കഴിയുന്നത് എവിടെ? കല്ലിൽ പറ്റിച്ചേർന്നിരിക്കും. മിന്നാമിനുങ്ങുകളുടെ ആയുസ് എത്ര മാസമാണ്? 2 മാസം ആയുസ്സാണ് മിന്നാമിനുങ്ങുകൾക്കുള്ളത്. മിന്നാമിനുങ്ങുകളിലെ ആൺവർഗം 6 സെക്കൻഡ് ഇടവിട്ട് മിന്നുമ്പോൾ പെൺവർഗം എത്ര സെക്കൻഡ് ഇടവിട്ടാണ് മിന്നുന്നത്? 2 സെക്കൻഡ്. 2 സെക്കൻഡ് ഇടവിട്ടാണ് പെൺവർഗം പ്രകാശം വിടുന്നത്. ഭൂമിയുടെ ഏത് മേഖലകളിലാണ് മിന്നാമിനുങ്ങുകളെ കൂടുതലായി കാണപ്പെടുന്നത്? ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ. 1995 മിന്നാമിനുങ്ങുകളുടെ പ്രകാശമോചന തന്ത്രം പുറത്തു കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ ഡ്യൂബോയ്സ്. ചന്ദ്രൻ ആകാശഗോളമാണ് എന്ന് കണ്ടെത്താൻ ഗലീലിയോയെ സഹായിച്ച ടെലിസ്കോപ്പ്. അതിൻ്റെ പേര് ലിപ്പർഷെ ടെലിസ്കോപ്പ് എന്നാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എന്ന പേരിൽ പീരങ്കിയുണ്ടയുടെ ഉള്ളിൽ കയറിയുള്ള യാത്രാനുഭവ പുസ്തകം 1865 രചിച്ചതാര്? ജൂൾ എസ് വേൺ എന്ന സാഹിത്യകാരൻ. റഷ്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ലൂണ എന്ന പേരിലാണ്. ചൈനയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ അറിയപ്പെടുന്ന പേര്? ചാങ്ങി. ജപ്പാന്റെ ചാന്ദ്ര ദൗത്യം? സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നതിൻ്റെ ചുരുക്കമാണ് SLIM. ഇന്ത്യയും ജപ്പാനും ചേർന്നുള്ള ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേര്? ലുപെക്സ്. ലൂനാർ പോളാർ എക്സ്പെഡിഷൻ മിഷൻ എന്നതിൻ്റെ ചുരുക്കമാണ് ലുപെക്സ്. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള ചൈനയുടെ ദൗത്യത്തിൻ്റെ പേര്? മെങ്സു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.